ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 വേൾഡ് കപ്പിനെ കുറിച്ചാണ്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ കൃത്യം 8 മണിക്കാണ് മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ ആര് വിജയിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. രണ്ട് ടീമുകളും തുല്യ ശക്തരാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. രണ്ട് ടീമുകളും ഗ്രൂപ്പ് മത്സരങ്ങളിലൊന്നും പരാജയപ്പെടാതെ തന്നെ ഫൈനലിലെത്തിയ ടീമുകളാണ്. ടോസ് നേടുന്ന ടീം ആദ്യം ബാറ്റ് ചെയ്യാനായിരിക്കും തീരുമാനമെടുക്കുക. ഒരു 170-180 റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വിജയം ഏതാണ്ട് ഉറപ്പാണ്. രണ്ടാമത് വരുന്ന ടീം ചേസ് ചെയ്ത് ഇത്രയും സ്കോറ് എടുക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ടോസ് കിട്ടുന്ന ടീം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും ശക്തമാണ്. അതുതന്നെയാണ് ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ ഒരു മേൽക്കോയ്മയായിട്ട് ഞാൻ കരുതുന്നത്. വിരാട് കോഹ്ലിയുടെ ഫോം ഔട്ടും രോഹിത് ശർമ്മയുടെ നല്ല ഫോമുമാണ് തുടരുന്നത്. ഇന്ത്യക്ക് ആകെപ്പാടെയുള്ള ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലിയുടെ ഫോം ഔട്ടാണ്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്ക മിക്കവാറും നിർഭാഗ്യത്തിൻ്റെ ഒരു ടീമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്ക ഫൈനലുകളിൽ തോൽക്കാറുള്ളത് ഒരു സ്ഥിരം കാഴ്ചയാണ്. അതും ഇന്ത്യക്കൊരു മേൽക്കോയ്മ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു മലയാളി സാന്നിധ്യം 2007 പ്രഥമ വേൾഡ് കപ്പിൽ ശ്രീശാന്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ വേൾഡ് കപ്പിലും ഒരു മലയാളി സാന്നിധ്യം ഉള്ളത് ഇന്ത്യക്ക് ഒരു കപ്പ് നേടും എന്നുള്ളൊരു ഉറപ്പ് ഉണ്ടാകുന്നുണ്ട്.